ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. നമുക്ക് പുതിയൊരു ലേറ്റസ്റ്റ് ന്യൂസ്, ബിഗ് ബോസ് സീസൺ 8 കമ്മിങ് സൂൺ എന്നുള്ളൊരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് ഏഷ്യാനെറ്റിൻ്റെ സൈഡിൽ നിന്ന്, ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് പൊടി തട്ടി എടുക്കാനായിട്ടുള്ള ഒരു സമയമായി. നമുക്ക് ബിഗ് ബോസിൻ്റെ റിവ്യൂസും കാര്യങ്ങളുമൊക്കെ കണ്ടിന്യൂ ചെയ്യാം അല്ലേ. നിങ്ങൾക്കറിയാമല്ലോ, ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു എന്താ നമ്മുടെ മലയാളികളുടെ ഒരു ബ്ലഡ് എന്നുള്ള രീതിയിലുള്ള ഒരു ഷോ ആണ്. ഓൾമോസ്റ്റ് ഓൾവേസ് എല്ലാവരും അതിന് വേണ്ടിയിട്ട് 100% വെയിറ്റിംഗ് ആയിട്ടുള്ളൊരു ഷോ ആണ്. അപ്പോൾ അത് പലരും റിവ്യൂ ചെയ്യുന്നുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതിനോടൊപ്പം നമ്മുടെ അഭിപ്രായങ്ങളും കൂടെ പറയാം. മെയിനായിട്ട് എനിക്ക് പറയുന്നത് ബിഗ് ബോസ് മല്ലു രേവതി എന്ന് പറയുന്നൊരു ചേച്ചിയുണ്ടല്ലോ, പുള്ളിക്കാരത്തിയുടെ ഒരു റിവ്യൂ, അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു റിവ്യൂ പാറ്റേൺ. എക്സാക്ട്ലി നമ്മുടെ സ്കൂളിലൊക്കെ ഒരു ടീച്ചർ പഠിപ്പിക്കുന്നതൊക്കെ തന്നെ ബിഗ് ബോസിൻ്റെ എല്ലാ പാറ്റേൺസും പഠിപ്പിച്ച് നമ്മളെ സെറ്റാക്കി തന്ന ആളാണ് ഒരു പ്രചോദനം കേട്ടോ. താങ്ക് യു ഫോർ രേവതി ചേച്ചി. ആൻഡ് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡ് ഷീബ്സ് എന്നാണ് ചാനലിൻ്റെ പേര്, ആളും ഇപ്പം ചെയ്തിട്ടുണ്ട്. ആളിപ്പോൾ നമ്മളെ കണക്കൊക്കെ തന്നെയാണ്, വെറുതെ ഒരു വീഡിയോ ഇടുക എന്നുള്ളതാണ്. മറ്റേ ആൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ ഇടുന്നുണ്ട്. എനിവേ, ബിഗ് ബോസ് സീസൺസ് 8 സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് നാൾ മുന്നേ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള കോർഡിനേറ്റേഴ്സ്, ആ പ്രോഗ്രാമിൻ്റെ മീൻസ് ക്രിയേറ്റീവ് കണ്ടൻറ് ക്രിയേറ്റേഴ്സ്, ടാസ്ക് കോർഡിനേറ്റർ, ടീം പ്ലാനേഴ്സ്, അങ്ങനെ കുറച്ച് തസ്തികകളിലേക്ക് ഇൻവിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഒരാൾ പബ്ലിഷ് ചെയ്തിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അതായത് നമ്മുടെ ഒരു ഇനീഷ്യൽ ഈ ബിഗ് ബോസ് 8ൻ്റെ ഒരു ഇൻവിറ്റേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ അതിലുപരി നമുക്കിപ്പോൾ ബിഗ് ബോസ് 8ൻ്റെ എക്സാക്ട് ലോഗോയും കാര്യങ്ങളും അനൗൺസ് ചെയ്തിട്ട്, ലോഗോയിനെ എന്താണ് എക്സാക്ട് അവരുടെ തീം എന്നുള്ളതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു വൺ മോർ വീഡിയോ ജിയോ ഹോട്ട്സ്റ്റാർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ യുവർ ടിക്കറ്റ് ടു ഫെയിം എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ കോമണേഴ്സ്, അതായത് സാധാരണ ജനങ്ങളെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഷോ ആയിരിക്കും നെക്സ്റ്റ് ബിഗ് ബോസ് സീസൺ 8 എന്നുള്ളതാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ അഗ്നിപരീക്ഷ എന്ന് പറയുന്നൊരു റൗണ്ട് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ അഗ്നിപരീക്ഷ റൗണ്ടിലൂടെയാണ് നമ്മൾ ഈ കോമണേഴ്സിനെ ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കോമണേഴ്സ് അഗ്നിപരീക്ഷ റൗണ്ടിൽ എലിജിബിളായി അവർ ഡയറക്റ്റ്ലി ബിഗ് ബോസ് 8 എന്ന ഷോയിലേക്ക് ഇൻ ചെയ്യുക എന്നുള്ളതാണ് മോഹൻലാൽ സാറ് ഒരു വീഡിയോ, ആളുടെ ബർത്ത്ഡേയുടെ ഡേയിൽ തന്നെയാണ് ആ ഒരു സംഭവം പ്രമോ വന്നിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ആ പ്രമോ ഒന്ന് കേൾക്കാം. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ നരേന്ദ്രനായി വരുമ്പോൾ ഞാനൊരു സാധാരണക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരൻ്റെ ആശങ്കകളും വിഷമവും എനിക്ക് നന്നായിട്ട് മനസ്സിലാകും. മറ്റ് ബിഗ് ബോസ് ഷോകളെ അപേക്ഷിച്ച് ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാന പ്രത്യേകത എന്താണ്? നമ്മൾ സാധാരണക്കാർക്ക് ഈ ഷോയിൽ അവസരം കൊടുക്കുന്നു എന്നത് തന്നെ. എന്നാൽ ഇത്തവണ ബിഗ് ബോസ് മലയാളം സീസൺ 8 നിരവധി സാധാരണക്കാർക്കാണ് അവസരം കൊടുക്കുന്നത്. ബിഗ് ബോസ് മത്സരാർത്ഥികൾക്കായുള്ള തെരഞ്ഞെടുപ്പിനായി ഒരു ഷോയിലൂടെ ഒരു മത്സരവേദി തന്നെ നമ്മൾ ഒരുക്കുകയാണ്. ബിഗ് ബോസ് അഗ്നിപരീക്ഷ വിജയിച്ചു വരുന്നവർക്ക്, ഷോയിലെ പ്രകടന മികവിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 8 നേരിട്ട് പ്രവേശനം. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ യുവർ ടിക്കറ്റ് ടു ഫെയിം. അപ്പോൾ ഇതാണ് നമ്മുടെ ലോഗോ റിവീലും അതിനോടൊപ്പം അഗ്നിപരീക്ഷ സംഭവം. ഓക്കെ, അപ്പം ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷ പരിപാടികൾ തുടങ്ങുകയാണ്. അപ്പോൾ അഗ്നിപരീക്ഷ എന്താണെന്നുള്ളത് നമുക്ക് വ്യൂവേഴ്സിനൊരു ഡൗട്ട് വരാനുള്ള സംഭവമാണ്. അഗ്നിപരീക്ഷ എന്ന് മീൻ ചെയ്തേക്കുന്നത് ഇത്രയാണ്. നമ്മുടെ റെഫറൻസിൽ നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ ബിഗ് ബോസ് തെലുങ്കു സീസൺ 9 മറ്റോ ആണെന്ന് തോന്നുന്നു. ഒരു അഗ്നിപരീക്ഷ എന്ന് പറയുന്നൊരു സെറ്റപ്പ് നടത്തിയിരുന്നു. സംഭവിച്ചാൽ ഒരു
അവർ ഈ ജിയോ ഹോട്ട്സ്റ്റാറിൽ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്തിരുന്നു. ഒരു 15ഓളം എപ്പിസോഡ്സുകൾ ഈ അഗ്നിപരീക്ഷ എന്ന് പറയുന്ന റൗണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് ടെലികാസ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ പല റൗണ്ട്സുകളുണ്ടായിരുന്നു. ഈവൻ നമ്മുടെ ആളുകളുടെ വോട്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാർ വോട്ട് ചെയ്തിട്ട് വിൻ ചെയ്യിപ്പിക്കുന്ന ഒരു പാറ്റേൺ. അപ്പോൾ അതൊരു 15 ദിവസത്തെ ഷോ എന്നുള്ള രീതിയിൽ അതിൽ നിന്ന് കുറച്ച് ആൾക്കാരെ ചൂസ് ചെയ്തിട്ട് അതിനെ ഫൈനലൈസ്ഡ് ആക്കി ഒരു 5-6 പേരെ ഷോയിലേക്ക് ഇൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പം സെയിം പാറ്റേൺ ഒന്നും ആയിരിക്കത്തില്ല എങ്കിൽ കൂടി ഇത് തന്നെയാണ് അതിൻ്റെ അജണ്ട. അത് മീൻസ് അതിലൊരു സെറ്റ് ഓഫ് ഗെയിം കണക്കൊരു പ്രോസസ്സ് കാണും. അപ്പോൾ ആ പ്രോസസ്സിലൂടെ കുറച്ച് ആൾക്കാരെ എന്ത് ചെയ്യും, അവർ ചൂസ് ചെയ്ത് ഫൈനലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും അതിൻ്റെ ഒരു പാറ്റേൺ. ഓക്കെ, അപ്പം നോർമൽ രീതിയിൽ കോമണേഴ്സിൽ ഇതിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ അവർ സാധാരണ സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ളവരിൽ നിന്ന് എന്തോരം കടമ്പകൾ കടന്നാലാണ് അങ്ങ് എത്തിപ്പെടുക അല്ലേ. അവർക്ക് ചിലപ്പം കുറച്ച് ഫസ്റ്റ് ഇപ്പം എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് നെക്സ്റ്റ് എനിക്ക് മേ ബി 1 വീക്കിനുള്ളിൽ 1 more പ്രൊമോ വരുമായിരിക്കും, ഹൗ ടു അപ്ലൈ എന്നുള്ളത്. ആ രീതിയിൽ അവർ അപ്ലൈ ചെയ്തതിൽ നിന്ന് അതൊന്ന് റിജക്റ്റ് ചെയ്ത് അതിലൊരു സെറ്റ് ഓഫ് ആൾക്കാരെ സെലക്ട് ചെയ്യും. ദെൻ ആഫ്റ്റർ നമുക്കൊരു ജോബ് ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തില്ലേ, അത് കണക്കൊരു പാറ്റേണിലൊക്കെ ആയിരിക്കും ഒന്ന്. ഈ സെലിബ്രിറ്റീസ് ഓൾവേസ് ദേ ആർ ഓൾസോ അവരവരുടെ കഴിവ് കാരണം എത്തിപ്പെട്ടയാണെങ്കിൽ കൂടി കോമണേഴ്സ് ഒരു ഡിഫിക്കൽട്ടാണ് കയറിപ്പെടുക എന്നുള്ളത്. ഓക്കെ, ഇപ്പം ഇതാണ് നമ്മുടെ അഗ്നിപരീക്ഷ എന്ന് പറയുന്നതിന് ഒരു ഷോ കാണും. ആ ഷോ നമ്മൾ ഈ പറയുന്ന ജിയോ ഹോട്ട്സ്റ്റാർ വഴി കാണാൻ പറ്റുന്ന രീതിയിലൊരു ഷോ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് വിശ്വസിക്കാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാന്ന് വെച്ചാൽ ഈ പ്രാവശ്യത്തെ ഷോയിൽ കൂടുതലും കോമണേഴ്സ് ആയിരിക്കും. കോമണേഴ്സ് വേഴ്സ് സെലിബ്രിറ്റീസ് എന്നുള്ളൊരു ടാഗ് ലൈനിലായിരിക്കും ഈ ഷോ നടക്കുന്നത്. പിന്നെ നമുക്ക് ഈ ബിഗ് ബോസ് സീസൺ 8ൻ്റെ ലോഗോ നോക്കുകയാണെങ്കിൽ കുറേ കൈകൾ ഇങ്ങനെ വരുന്ന അങ്ങനെയുള്ള രീതിയിലൊരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് അതായിരിക്കാം മേ ബി ഈ ഒരു ബിഗ് ബോസ് സീസൺ 8ൻ്റെ തീം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മത്സരാർത്ഥികൾ ആരാണ്, എന്തൊക്കെ പ്രഡിക്ഷൻസ് ആണ്, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നെ പതുക്കെ നോക്കാം. ബിഗ് ബോസ് സീസൺ 8 നമ്മുടെ മുന്നിലെത്താൻ കുറച്ച് നാൾ കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മേ ബി 1-2 മന്തിനുള്ളിൽ ബിഗ് ബോസ് സീസൺ 8 will come. Okay, we are waiting for that. Thank you for watching my videos. Do subscribe, do like, do comment, please. Thank you for the support. Okay, bye-bye.